നമസ്കാരം. ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ചൈന ഉയർത്തിയ ഭീഷണിയെക്കുറിച്ചുള്ള ജപ്പാന്റെ സമീപകാല വിലയിരുത്തലിനെ ചൈന വെല്ലുവിളിക്കുകയാണ്. യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നവരെ കൊഞ്ഞനം കുത്തുന്ന ചൈനയുടെ സ്ഥിരം പരിപാടിയാണ് ഇവിടെയും എടുത്തിട്ടുള്ളത്. ജാപ്പനീസ് മാധ്യമ റിപ്പോർട്ടുകളും ജാപ്പനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർഷിക ഡിപ്ലോമാറ്റിക് ബ്ലൂ ബുക്കും അനുസരിച്ച് ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങളെ ഏറ്റവും വലിയ തന്ത്രപരമായ വെല്ലുവിളി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ നടപടികളെയും കിഴക്ക് ദക്ഷിണ ചൈന കടലിലെ സ്ഥിതിഗതികൾ മാറ്റുവാനുള്ള ചൈനയുടെ ശ്രമങ്ങളെയും ഈ ബ്ലൂ ബുക്ക് വിമർശിക്കുന്നുണ്ട്. അതേസമയം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ ജപ്പാന്റെ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞതായി വോയിസ് ഓഫ് അമേരിക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്കെതിരെ തെറ്റായ ആരോപണങ്ങളാണ് പടച്ചുവിടുന്നതെന്നാണ് ചൈനയുടെ പ്രതികരണം. ജപ്പാൻ തെറ്റായ പ്രവർത്തനഗതി മാറ്റാനും സംഘട്ടനം അവസാനിപ്പിക്കുവാനും ചൈനയുമായി പരസ്പര പ്രയോജനത്തിന്റെ തന്ത്രപരമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുവാനും സൃഷ്ടിപരവും സുസ്ഥിരവുമായ ചൈന ജപ്പാൻ ബന്ധം കെട്ടിപ്പടുക്കാൻ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ചൈനീസ് പ്രതിനിധി പറയുന്നത്. ചൈന ഇത്തരം പൊറാട്ട് നാടകങ്ങളിലൂടെ ഇത്തരം പ്രസംഗങ്ങൾ നടത്തി ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കിഴക്കൻ പ്രദേശങ്ങളിലും ചൈനയുടെ ആക്രമണാത്മക നീക്കങ്ങൾ, സൈനികവും അർദ്ധസൈനികവുമായ ചൈനീസ് പെരുമാറ്റത്തെക്കുറിച്ചുള്ള ജപ്പാന്റെ ആശങ്കകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ തീവ്രമായിട്ടുണ്ട്. കൂടാതെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ശത്രുതയും ആക്രമണാത്മക പ്രവർത്തികളും തായ്വാനുള്ള പെരുമാറ്റവും സംബന്ധിച്ച് ജപ്പാൻ ശക്തമായ ജാഗ്രതയും പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക്കിനെ പിന്തുണയ്ക്കുന്നതിനായി മെയ് 3 മുതൽ 6 ഉപരിതല കപ്പലുകൾ, അന്തർവാഹിനികൾ, 2 എയർ യൂണിറ്റുകൾ എന്നിവയുൾപ്പെടെ നാവിക വിന്യാസം നടത്തുമെന്നും ജാപ്പനീസ് മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിന്യാസത്തിൽ US, ഫിലിപ്പീൻസ്, ഇന്ത്യ, ടോങ്ക, മാർഷൽ ദ്വീപുകൾ, ഫിജി, പലാവു എന്നിവയുൾപ്പെടെ 1 ഡസനിലധികം രാജ്യങ്ങളുടെ സന്ദർശനവും ഉൾപ്പെടുന്നുണ്ട്. അഭ്യാസങ്ങൾ നടത്തി സഖ്യകക്ഷിയായ നാവികസേനകളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുക എന്നാണ് ജപ്പാന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അവർ ലക്ഷ്യം വെക്കുന്നത് അതാണ്. ജാപ്പനീസ് പ്രതിരോധ മന്ത്രി മിനോറു കിഹാരയും US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും മെയ് 1 ഹവായിയിൽ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നൊരു വിവരവും പുറത്തുവരുന്നുണ്ട്. കിഹാരയും ഓസ്റ്റിനും ഒരു നിർദ്ദിഷ്ട സഖ്യകക്ഷി കമാൻഡ് ആൻഡ് കൺട്രോൾ ഘടനയും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആയുധങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു ബോഡി രൂപീകരിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏപ്രിൽ 10 വാഷിംഗ്ടണിൽ നടന്ന ഉഭയകക്ഷി ഉച്ചകോടിയിലാണ് ഇങ്ങനെയൊരു അടുത്ത തലത്തിലേക്കുള്ള നീക്കം പ്രഖ്യാപിച്ചത്. ജപ്പാന്റെ ബ്ലൂ ബുക്ക് ചൈനക്കാർക്ക് ഒരു പരിധിവരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ജപ്പാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ചില സൂചനകളും ഒരു വിഭാഗം പറയുന്നുണ്ട്. സാമ്പത്തിക യുദ്ധം ഉൾപ്പെടെ ചൈനയുമായുള്ള പൂർണ്ണതോതിലുള്ള ഏറ്റുമുട്ടൽ സംശയിക്കുന്നവർക്ക്, അതായത് ജപ്പാനും ചൈനയും തമ്മിലുള്ള ഒരു വലിയ അംഗം സംശയിക്കുന്നവർക്ക് അതുണ്ടാകില്ല എന്നൊരു സൂചനയും കിട്ടുന്നുണ്ട്. ജപ്പാൻ ശക്തമായ പ്രതിരോധം കെട്ടിപ്പടുക്കുമ്പോഴും ചൈനയുടെ ദൃഢതയിലും പ്രത്യേകിച്ച് റഷ്യയുമായുള്ള ബന്ധത്തിലും ആശങ്ക കാണിക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വാദം. എന്തായാലും ഇൻഡോ പസഫിക് മേഖലയിൽ ചൈന വലിയ തലവേദനകൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയുടെ പ്രാധാന്യം തന്നെയാണ് രാജ്യങ്ങളെ അക്കാര്യത്തിൽ കൂടുതൽ അസംതൃപ്തരാക്കുന്നതും. 21ാം നൂറ്റാണ്ടിന്റെ ആഗോള രാഷ്ട്രീയത്തിന്റെ പാത രൂപപ്പെടുത്തുന്നത് തന്നെ ഈ പറഞ്ഞ ഇൻഡോ പസഫിക് മേഖലയാണ്. അവിടെ ഗ്രേറ്റ് പവർ മത്സരം, അതായത് പ്രാഥമികമായിട്ട് ചൈനയും US തമ്മിൽ ഒരു സംഘർഷം അല്ലെങ്കിൽ അവരുടെ ഒരു ആധിപത്യത്തിന്റെ മേലുള്ള ഒരു കളി നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ ആസ്ഥാനം കൂടിയാണ് ഈ പ്രദേശം. പക്ഷേ ചൈനയുടെ സംശയാസ്പദമായ നയങ്ങളും അതുപോലെ വിപുലീകരണ പ്രവണതകളും ഒക്കെ കണക്കിലെടുത്ത ശക്തമായ നീക്കങ്ങളിലേക്കാണ് രാജ്യങ്ങൾ ഇപ്പോൾ കടക്കുന്നത്. സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക്കിൽ ഇന്ത്യയും സജീവമാണ് എന്നും എടുത്തു പറയണം. എന്തായാലും ജപ്പാൻ ചൈനയ്ക്കെതിരെ, അതായത് ചൈനയുടെ പ്രവർത്തികളിൽ കർശനമായ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ എവിടെയോ ജപ്പാൻ ഒരു മയം വരുത്തുന്നുണ്ട് എന്നൊരു സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ചൈനയുടെ നീക്കങ്ങൾ ഇൻഡോ പസഫിക്കിൽ വെച്ചു പുലർത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഒന്നാകെ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. എന്താകും ചൈനയുടെ പുതിയ നീക്കം എന്നുള്ളത് നമുക്ക് കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.